നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തൂപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവ് ചാലുപോലെ അടിച്ചു കീറപ്പെട്ട്, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52:14 വായിക്കുന്നത് പോലെ മരണം സംഭവിക്കുന്നതിന്, അതിദാരുണ സംഭവം സംഭവിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചന കുന്നിൽ നിന്നുകൊണ്ട് പ്രവാചക വരണ്യനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്നും. ഒന്ന് സ്തോത്രം ചെയ്ത് പറ. കണ്ടാൽ ആളല്ല എന്നും, ആകൃതി കണ്ടാൽ, രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് നീര് വച്ചു വീങ്ങി വികൃതമായി എന്റെ രക്ഷിതാവ് ക്രൂശിൽ കിടക്കുമ്പോൾ വഴി പോകുന്നവരും ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും ആ ഭീഭത്സമായ രൂപം കാണാൻ ത്രാണിയില്ലാതെ മുഖം മറച്ചു കടന്നു പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, കണ്ടാൽ ആളല്ല എന്ന്, രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അതിവിരൂപനായി ക്രൂശിൽ കിടക്കുന്ന ആ വ്യക്തിപ്രഭാവം ആരാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട. 6-ാം അധ്യായം 1 മുതൽ ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയാണ്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് ഒരു പ്രപഞ്ചത്തിലും വെച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, ആ വ്യക്തിപ്രഭാവം ആരാണ്?